യെസ്, നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഈ 141-ൽ 128 സീറ്റിലൊക്കെ ലീഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ മഹാരാഷ്ട്രയുടെ ജനങ്ങളുടെ മനസ്സിൽ അല്ലെങ്കിൽ അവിടുത്തെ ഗ്രൗണ്ട് റിയാലിറ്റിയിലേക്ക് BJP എത്രത്തോളം ഇറങ്ങിച്ചെന്നു എന്നതിൻ്റെ വലിയ ഉദാഹരണമാണ്. 141-ൽ 128 ഈ സീറ്റ് വീതം വെപ്പ് സമവാക്യങ്ങളൊക്കെ NCPയെ എന്തിനു കൂടെ കൂട്ടണം അല്ലെങ്കിൽ NCPയുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ വലിയ വിവാദങ്ങളൊക്കെ മഹാരാഷ്ട്രയിൽ ഉണ്ടായിരുന്നു. അപ്പോഴും മുന്നണി മര്യാദകൾ പാലിച്ചുകൊണ്ട് 141 സീറ്റിലേക്ക് മാത്രം മത്സരിച്ച ഒരു പാർട്ടിയാണ്, മുഖ്യ കക്ഷിയാണ് മുന്നണിയിലെ. അവർ 141 സീറ്റിൽ മത്സരിക്കുന്നു. വീതം വെപ്പിൽ 144 സീറ്റുകൾ ലഭിക്കുമ്പോൾ അതിൽ വീണ്ടും സഖ്യകക്ഷികൾക്ക് സീറ്റുകൾ നൽകിക്കൊണ്ട് 141 സീറ്റിലേക്ക് മാത്രമായി മത്സരം BJP മുന്നണി മര്യാദകൾ പാലിച്ചുകൊണ്ട് മത്സരം 141 സീറ്റിലേക്ക് മാത്രമായി BJP ഒതുക്കുമ്പോൾ അവിടെയാണ് 128 സീറ്റിലേക്ക് അവർ ലീഡ് ചെയ്ത് കയറുന്നത് എന്ന് പറയുമ്പോൾ മഹാരാഷ്ട്രയുടെ ജനഹിതം ഏത് തരത്തിലേക്കാണ് മാറുന്നതിന്റെ കൃത്യമായ ഉദാഹരണമാണ്. നമുക്ക് അതിന് മറുവശം കൂടിയുണ്ട് ഉമേഷ്, ഗൗതം. അതായത് ഈ 19 കോൺഗ്രസ്, 21 ഉദ്ധവ്, 12 ശിവസേന, NCP ശരത് പവാർ. അങ്ങനെ നോക്കുമ്പോൾ ഒരുമിച്ചായിരുന്നില്ല ഇവർ നിന്നത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണ്ടേ. ഈ മൂന്ന് കക്ഷികൾ അത്ര ചെറുതൊന്നുമല്ല. അവിടെ ഒരുമിച്ച് നിന്നാൽ, ഒരുമിച്ച് വോട്ട് ചെയ്താൽ 100-നപ്പുറം സീറ്റുകൾ എന്തായാലും പിടിക്കാൻ പറ്റുമായിരുന്നു. പക്ഷെ ഇവിടെ ആ സഖ്യത്തിനുള്ളിൽ, മഹാവികാസ് അഘാഡിക്കുള്ളിൽ തന്നെ വലിയ വേർതിരിവുകൾ, ചേരിതിരിവുകൾ ഉണ്ടായിരുന്നു എന്നുകൂടിയല്ലേ ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിലൂടെ മനസ്സിലാക്കുക. തീർച്ചയായും ഒറ്റ കാര്യം കൂടി, അതിൽ ശിവസേനയുടെ ഒരു പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. കാരണം ഈ തെരഞ്ഞെടുപ്പിൽ അങ്ങോളം ഇങ്ങോളം നടത്തിയ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉൾപ്പെടെ ചോദിച്ച പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്. നമ്മൾ പലകുറി ആവർത്തിച്ച പോലെ യഥാർത്ഥ ബാൽ താക്കറെ മുന്നോട്ട് വെച്ച അല്ലെങ്കിൽ യഥാർത്ഥ ശിവസേന മുന്നോട്ട് വെച്ച മുദ്രാവാക്യങ്ങൾ ഏറ്റുപിടിക്കാൻ ഉദ്ധവിന് കഴിയുമോ എന്ന ഒരു ചോദ്യമുണ്ട്. മാത്രമല്ല, താക്കറെ മുന്നോട്ട് വെച്ച കാര്യങ്ങളാണ് ഞങ്ങൾ നടപ്പിലാക്കുന്നത്, ഛത്രപതി ശിവജിയുടെ ഐഡിയോളജിയാണ് ഞങ്ങൾ നടപ്പിലാക്കുന്നതെന്ന് നിസ്സംശയം പറയാൻ BJP സഖ്യത്തിന് അവിടെ കഴിയുമ്പോൾ ഉദ്ധവ് താക്കറെക്ക് അവിടെ നിശബ്ദത പാലിക്കേണ്ടി വന്നതും ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലത്തെ കാര്യമായി ബാധിച്ചിട്ടുണ്ട്, സ്വാധീനിച്ചിട്ടുണ്ടെന്ന് പറയേണ്ടിയിരിക്കുന്നു. അല്ലേ ഗൗതം? ഉമേഷ്, അത് തന്നെയാണ്. അതായത് BJP ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഉടനീളം ശിവസേന ഉദ്ധവ് വിഭാഗത്തിന് നേരെ കടന്നാക്രമണം നടത്തുകയും ഉദ്ധവ് താക്കറെ പ്രതിരോധത്തിലാക്കുന്ന നിരവധി ചോദ്യങ്ങൾ അമിത്ഷാ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഉന്നയിക്കുകയും ചെയ്തിരുന്നു. അതിലൊന്ന് ജമ്മു കാശ്മീരിന്റെ പ്രത്യേക അധികാരം ഒഴിവാക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളാണ്. കാരണം ഇന്ത്യ മുന്നണി ആകട്ടെ ജമ്മു കാശ്മീരിന്റെ പ്രത്യേക അധികാരം പുനഃസ്ഥാപിക്കണം എന്ന നിലപാട് കൈക്കൊള്ളുന്ന ഘട്ടത്തിൽ ശിവസേന നിലപാട് വ്യക്തമാക്കണം എന്നതായിരുന്നു BJPയുടെ ആവശ്യം. അതോടൊപ്പം തന്നെ അയോധ്യയിലെ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ടാണെങ്കിലും VD സവർക്കറുടെ ആശയവുമായി ബന്ധപ്പെട്ടൊക്കെയാണെങ്കിലും ഈ ചോദ്യങ്ങൾ BJP ഉന്നയിച്ചു. കാരണം VD സവർക്കറുടെ ജന്മദേശം തന്നെ നമുക്കറിയാം, അത് മഹാരാഷ്ട്രയാണ്. സവർക്കർ ഉൾപ്പെടെയുള്ള പല വിപ്ലവകാരികൾക്കും ജന്മം കൊടുത്ത മണ്ണാണ് മഹാരാഷ്ട്രയുടേത്. ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം അവർ സവർക്കർ മുന്നോട്ട് വെച്ച ഹിന്ദുത്വ എന്ന ആശയത്തെ ഒന്നും അംഗീകരിച്ച പാരമ്പര്യം ഇന്ത്യ മുന്നണിക്കില്ല. കോൺഗ്രസ് ആകട്ടെ തുടർച്ചയായി VD സവർക്കറെ അപമാനിക്കുകയും അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലുള്ള അദ്ദേഹത്തിന്റെ സംഭാവനകളെ ചോദ്യം ചെയ്യുകയും ചെയ്യുന്നു. രാഹുൽ ഗാന്ധി തന്നെ ഇക്കാര്യത്തിൽ ഇപ്പോൾ കോടതി കയറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള വിഷയങ്ങളിലൊക്കെ ഉദ്ധവ് താക്കറെ പ്രതിരോധത്തിലായി BJP ഈ വിഷയം ചോദിക്കുന്നുണ്ടായിരുന്നു. VD സവർക്കറെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം രാഹുൽ ഗാന്ധിയുടെ അഭിപ്രായം തന്നെയാണോ? സ്വാതന്ത്ര്യ സമരത്തിൽ സവർക്കർ വഹിച്ച പങ്കിനെ പറ്റി എന്താണ് ഉദ്ധവ് താക്കറെക്ക് പറയാനുള്ളത്? ഇങ്ങനെയുള്ള പല വിഷയങ്ങൾ ഭൗതിക തലത്തിൽ ഉയർത്തിവിട്ട BJP ശിവസേന ഉദ്ധവ് വിഭാഗത്തെ പ്രതിരോധത്തിലാക്കി. മാത്രമല്ല, ശിവസൈനികർക്കിടയിലേക്ക് കൂടിയാണ് BJP ഈ ചോദ്യം ഉന്നയിച്ചത്. കാരണം ശിവസൈനികർ വലിയ കൺഫ്യൂഷനിലായിരുന്നു എന്നതൊരു വസ്തുതയാണ്. കാരണം ഏക്നാഥ് ഷിൻഡെ ആണോ അതോ തങ്ങളുടെ പ്രസ്ഥാനത്തിന് ബീജാഭാവം ചെയ്ത ബാലാസാഹിബ് താക്കറെയുടെ പുത്രൻ അദ്ദേഹം നയിക്കുന്ന ശിവസേനയാണോ യഥാർത്ഥ ശിവസേന എന്ന വലിയ ആശയക്കുഴപ്പത്തിൽ നിൽക്കുന്ന ലക്ഷക്കണക്കിന് വരുന്ന ശിവസൈനികരെ സംബന്ധിച്ചിടത്തോളം ആ ആശയക്കുഴപ്പത്തിലേക്ക് തന്നെയാണ് BJP ഇത്തരം ചോദ്യങ്ങൾ എറിഞ്ഞു കൊടുത്തത് എന്നത് കൂടി നമ്മൾ കൃത്യമായി തന്നെ ചർച്ച ചെയ്യേണ്ടതാണ്. സ്വാഭാവികമായും ശിവസൈനികർ മനസ്സിലാക്കുന്നത് ഏക്നാഥ് ഷിൻഡെ നേതൃത്വം നൽകുന്ന ശിവസേന തന്നെയാണ്. കാരണം ജമ്മു കാശ്മീരിന്റെ വിഷയത്തിലാണെങ്കിലും അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണത്തിലാണെങ്കിലും VD സവർക്കർ ഉൾപ്പെടെയുള്ളവർ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ വഹിച്ച സുപ്രധാനമായ പങ്കിനെ പറ്റിയുള്ള വിഷയങ്ങളിലാണെങ്കിലും അതിലെല്ലാം ഹിന്ദുത്വ ദേശീയതയ്ക്കൊപ്പം നിൽക്കാൻ കഴിയുന്നത് ഏക്നാഥ് ഷിൻഡെ നേതൃത്വം നൽകുന്ന ശിവസേനയാണ് എന്ന കൃത്യമായി അടിവരയിടുന്ന സന്ദേശം
ശിവസൈനികർക്കുള്ളിലേക്ക് ചെന്നു. സ്വാഭാവികമായും അതെല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചിട്ടുണ്ട്. അത് വികസന വിഷയങ്ങളും അതോടൊപ്പം തന്നെ മറ്റ് വികസന പദ്ധതികൾ ഉയർത്തിപ്പിടിച്ചുമാണ് BJP ഒരു ഭാഗത്ത് തെരഞ്ഞെടുപ്പിനെ മഹാരാഷ്ട്രയിൽ നേരിട്ടതെങ്കിൽ മറുഭാഗത്ത് ഈ ഹിന്ദുത്വ ദേശീയത കൂടി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെയാണ് മഹാരാഷ്ട്രയിൽ തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് BJP ഇറങ്ങിച്ചെന്നത്. എന്നാലും അതിന്റെ ഫലം BJPക്ക് മഹാരാഷ്ട്രയിൽ കൊയ്യാൻ സാധിച്ചു. ഈ നിമിഷത്തിൽ ലീഡ് നിലയിൽ മഹാരാഷ്ട്രയിൽ ഇപ്പോൾ വലിയ മാറ്റങ്ങളൊന്നും തന്നെ ഇല്ല. ഏതാണ്ട് കാര്യങ്ങൾ ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. 218 എന്ന നമ്പറിലേക്ക് BJP നേതൃത്വം നൽകുന്ന മഹായുതി സഖ്യം എത്തുമ്പോൾ കേവലം 57 സീറ്റിലാണ് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന മഹാവികാസ് അഘാഡിക്ക് എത്താൻ കഴിഞ്ഞിട്ടുള്ളത്. അതായത് 57 എന്ന് പറയുമ്പോൾ കഴിഞ്ഞ 2019 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മഹാവികാസ് അഘാഡിയിലെ ഓരോ പാർട്ടികൾ ഒറ്റയ്ക്ക് നേടിയ സീറ്റുകൾ തന്നെ 57 ഏതാണ്ട് അടുത്താണ്. അതായത് NCP കഴിഞ്ഞ തവണ 54 സീറ്റുകളാണ് നേടിയത് ഒറ്റയ്ക്ക്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അന്ന് 44 സീറ്റുകൾ നേടിയിരുന്നു. അപ്പോൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ NCPയും കോൺഗ്രസും നടത്തിയ പെർഫോമൻസുമായി താരതമ്യം ചെയ്യുമ്പോൾ ഈ രണ്ട് രാഷ്ട്രീയ പാർട്ടികൾക്കും ലഭിച്ച സീറ്റുമായി താരതമ്യം ചെയ്യുമ്പോഴാണ് ഈ തവണ കേവലം 57 സീറ്റിലേക്ക് മാത്രമായി കോൺഗ്രസ് അവിടെ ചുരുങ്ങിയിരിക്കുന്നത്, അല്ലെങ്കിൽ ആ മുന്നണി അവിടെ ചുരുങ്ങിയിരിക്കുന്നത് എന്ന് വേണം പറയാൻ. BJP ഒറ്റയ്ക്ക് 126 സീറ്റിൽ മഹാരാഷ്ട്രയിൽ ലീഡ് ചെയ്തു. ശിവസേന 53, അജിത് പവാറിന്റെ ശിവസേന 34, കോൺഗ്രസ് 19, ശിവസേന ഉദ്ധവ് വിഭാഗം 21. അതാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്. ആ മുന്നണിയിലെ വലിയ കക്ഷിയായി ഇപ്പോൾ ശിവസേന ഉദ്ധവ് മാറിയിരിക്കുന്നു. 21 സീറ്റിൽ ലീഡ് ചെയ്യുന്നു. ശരത് പവാർ നേതൃത്വം നിൽക്കുന്ന NCP 15 സീറ്റാണ്. ഇത് കൂടാതെ 13 അതേഴ്സ് അവിടെ ലീഡ് ചെയ്യുന്നത്. തീർച്ചയായും ഗൗതം, ഇപ്പോൾ അമിത് മാളവ്യ BJP നേതാവ് അമിത് മാളവ്യയുടെ ഒരു ട്വീറ്റ് വന്നിട്ടുണ്ട്. അദ്ദേഹം വളരെ രസകരമായി പറഞ്ഞിരിക്കുന്നത് അവിടെ മഹാരാഷ്ട്രയിലെ കണക്കുകൾ പരിശോധിച്ചാൽ സ്വതന്ത്രരും അതേഴ്സും ഒക്കെ 21 ഇടത്തുണ്ട്, എന്നാൽ കോൺഗ്രസും ശരത് പവാറും ഒക്കെ അതിന് പിന്നിലേക്ക് പോകുന്നു. അതായത് സ്വതന്ത്രരും ഒപ്പം അല്ലാത്ത ചെറുകക്ഷികളും ഒക്കെ ചേർത്താൽ 21 പേർ അവർക്ക് മാർജിനുണ്ട്. അത്ര പോലും എത്താൻ കോൺഗ്രസിനും ഒപ്പം ഉദ്ധവ് താക്കറിനും ശരത് പവാറിനും ഒന്നും കഴിയുന്നില്ല എന്ന് പറഞ്ഞത് അമിത് മാളവിയാണ്. ഗൗതം, ഉമേഷ്, അത് തന്നെയാണ്. അതായത് ചെറുകക്ഷികൾ നടത്തുന്ന രീതിയിലുള്ള പ്രകടനം പോലും അവിടെ കോൺഗ്രസിന് മഹാരാഷ്ട്രയിൽ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നടത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന വസ്തുതയാണ്. മാത്രമല്ല ഈ കോൺഗ്രസിനൊപ്പം നിൽക്കുന്ന മറ്റു മുന്നണികൾക്ക് നൽകുന്ന ഒരു സന്ദേശം കൂടിയാണ് BJPയുടെ IT സെൽ മേധാവിയായിട്ടുള്ള അമിത് മാളവ്യ നൽകുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. ഒരു കാര്യം ഉറപ്പാണ്, ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം വൈകുന്നേരം പൂർത്തിയാകുന്നതോടുകൂടി വലിയ പൊട്ടിത്തെറി ഇന്ത്യ മുന്നണിയിൽ, പ്രത്യേകിച്ച് മഹാരാഷ്ട്രയിൽ മഹാവികാസ് അഘാഡിയിൽ രൂപപ്പെടും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. NCP ശരത് പവാർ വിഭാഗവും ശിവസേന ഉദ്ധവ് വിഭാഗവും ഇനിയും കോൺഗ്രസിനൊപ്പം ഇന്ത്യ മുന്നണിയിൽ തുടരുമോ എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. എന്തായാലും വരുന്ന ദിവസങ്ങളിൽ മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ വലിയ പൊട്ടിത്തെറിയും ഈ മഹാവികാസ് അഘാഡിയിൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അതേസമയം ദേവേന്ദ്ര ഫട്നാവിസിന്റെ നേതൃത്വത്തിലേക്ക് ഒരിക്കൽ കൂടി തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്താനുള്ള സാധ്യതയാണ് ഇനിയും കൽപ്പിക്കപ്പെടുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ ഇക്കാര്യം BJP വ്യക്തമാക്കിയിരുന്നു. ഇന്നലെ വൈകുന്നേരമൊക്കെ മുംബൈയിൽ ചില തിരക്കിട്ട ചർച്ചകൾ നടന്നു. BJPയുടെയും ശിവസേനയുടെയും നേതാക്കൾ ഒരുമിച്ചിരുന്നിരുന്നു. അന്ന് BJP ഇക്കാര്യത്തിൽ നേരത്തെ തന്നെ ഒരു ധാരണ എത്തിയതാണ്. അതായത് 2022 ഇപ്പോഴത്തെ സർക്കാർ രൂപീകരിക്കുന്ന ഘട്ടത്തിൽ തന്നെ അന്ന് BJP പറഞ്ഞിരുന്നത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ തന്നെ അധികാരത്തിലെത്തും എന്ന് ഉറപ്പാണ്. ആ ഘട്ടത്തിൽ മുഖ്യമന്ത്രി പദം ഞങ്ങൾക്ക് വിട്ടു നൽകണം എന്ന് BJP അന്ന് തന്നെ ശിവസേനയോട് പറഞ്ഞിരുന്നതായാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനാൽ ഇത്തവണ സർക്കാർ രൂപീകരിക്കുമ്പോൾ മഹാരാഷ്ട്രയിൽ BJPയുടെ മുഖ്യമന്ത്രി ഉണ്ടാകും. ഉപമുഖ്യമന്ത്രി സ്ഥാനത്താകും ഏക്നാഥ് ഷിൻഡെയുടെ ശിവസേന ഉണ്ടാകുക. ഒരുപക്ഷെ ഇപ്പോഴത്തെ ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് മുഖ്യമന്ത്രി പദത്തിലെത്തുകയും ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയായിട്ടുള്ള ഏക്നാഥ് ഷിൻഡെ അദ്ദേഹം ഉപമുഖ്യമന്ത്രി പദത്തിലേക്ക് എത്താനുമുള്ള സാധ്യതയാണ് കാണുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ BJP ക്യാമ്പിൽ ആരംഭിച്ചതായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ദേവേന്ദ്ര ഫട്നാവിസ് 2014 മഹാരാഷ്ട്രയുടെ മുഖ്യമന്ത്രിയായി എത്തുന്നത്. BJPയുടെ മഹാരാഷ്ട്രയിലെ ആദ്യത്തെ മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് ആണ്. 1995 BJPയും ശിവസേനയും ചേർന്ന് മഹാരാഷ്ട്രയിൽ സർക്കാർ രൂപീകരിച്ചുവെങ്കിലും അന്ന് മുന്നണിയിലെ വലിയ കക്ഷി ശിവസേനയായിരുന്നു. ശിവസേനയുടെ മനോഹർ ജോഷിയും പിന്നീട് നാരായൺ റാണയുമാണ് ആ കാലത്ത് 95 മുതൽ 99 വരെയുള്ള കാലഘട്ടത്തിൽ മഹാരാഷ്ട്രയുടെ മുഖ്യമന്ത്രി പദത്തിലെത്തിയത്. നാരായൺ റാണെ ഇപ്പോൾ BJPയിലാണ് എന്നതുകൂടി നമ്മൾ ഓർക്കണം. അങ്ങനെ മനോഹർ ജോഷിയും നാരായൺ റാണയും ആ ഘട്ടത്തിൽ ശിവസേനയെ പ്രതിനിധീകരിച്ച് മുഖ്യമന്ത്രി പദത്തിലെത്തി. അന്ന് BJPക്ക് മഹാരാഷ്ട്രയിൽ മുഖ്യമന്ത്രി പദം ക്ലെയിം ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സംഘടനാ സംവിധാനം അവിടെ BJPക്ക് ഉണ്ടായിരുന്നില്ല. എന്നാൽ 2014
105 സീറ്റുകൾ നേടിക്കൊണ്ട് ഏറ്റവും വലിയ കക്ഷിയായി BJP മാറിയതോടെയാണ് മുഖ്യമന്ത്രി പദത്തിന് വേണ്ടിയുള്ള ക്ലെയിം അവകാശപ്പെടാൻ പറ്റുന്ന രീതിയിലുള്ള സുശക്തമായ സംഘടനയായി ഭാരതീയ ജനതാ പാർട്ടി മഹാരാഷ്ട്രയിൽ മാറിയത്. അങ്ങനെ ദേവേന്ദ്ര ഫട്നാവിസ് എന്ന വളരെ ചെറുപ്പക്കാരൻ, അന്ന് അദ്ദേഹത്തിന്റെ പ്രായം ഇന്ന് 54 വയസ്സാണ്. അങ്ങനെയെങ്കിൽ ഏതാണ്ട് 10 വർഷങ്ങൾക്ക് മുൻപ് അദ്ദേഹത്തിന് 44 വയസ്സ്. 44ാമത്തെ വയസ്സിലാണ് അദ്ദേഹം അന്ന് മഹാരാഷ്ട്രയുടെ മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തുന്നത്. ഒരുപക്ഷെ മഹാരാഷ്ട്രയുടെ ചരിത്രത്തിലെ ഏറ്റവും ചെറുപ്പക്കാരനായ മുഖ്യമന്ത്രിയായിരുന്നു ദേവേന്ദ്ര ഫട്നാവിസ്. ഇന്ന് അദ്ദേഹത്തിന് 54 വയസ്സ് എത്തിയിരിക്കുന്നു. എന്തായാലും 54ാം വയസ്സിൽ വീണ്ടും ദേവേന്ദ്ര ഫട്നാവിസ് മഹാരാഷ്ട്രയുടെ മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തുന്നു എന്നതാണ് ഏറെ ശ്രദ്ധേയം. ഉപമുഖ്യമന്ത്രി പദം ഏക്നാഥ് ഷിൻഡെയും അതോടൊപ്പം തന്നെ അജിത് പവാറും ഇപ്പോഴത്തെ നിലയിൽ കൈകാര്യം ചെയ്യാനാണ് സാധ്യത. യെസ്, നമുക്ക് ജാർഖണ്ഡിലേക്ക് വളരെ വേഗം പോകേണ്ടിയിരിക്കുന്നു. ജാർഖണ്ഡിൽ കഴിഞ്ഞ കുറേ മണിക്കൂറായി ഏതാണ്ട് 28-45 എന്നൊക്കെ നിൽക്കുമ്പോൾ ഇപ്പോൾ BJP ഒരല്പം സീറ്റ് നില ലീഡ് നില ഉയർത്തിയിട്ടുണ്ട്. 30ലേക്ക് ജാർഖണ്ഡിൽ BJPയുടെ ലീഡ് നില ഉയർന്നു. ജിഷ്ണു, ഇപ്പോൾ ഈ ദേശീയ മാധ്യമങ്ങളിലൊപ്പം നമുക്ക് ലഭിക്കുന്ന കണക്കുകളൊക്കെ പ്രകാരം 30-47 30 BJP, ഒപ്പം ജാർഖണ്ഡ് മുക്തി മോർച്ച 47 അതേഴ്സ് 4. എന്താണ് നമുക്ക് അവിടെ നിന്ന് പോളിംഗ് സ്റ്റേഷനുകളിൽ നിന്ന് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ? അതിൽ JMMനോടൊപ്പം കോൺഗ്രസുമുണ്ട്. കോൺഗ്രസിൻ്റെ സീറ്റ് നില എങ്ങനെയാണ് അവിടെ, ജിഷ്ണു? ഉമേഷ്, ജാർഖണ്ഡിൽ നിലവിൽ JMM കോൺഗ്രസ് RJD സഖ്യത്തിന് ഒരു ഭരണ തുടർച്ച അല്ലെങ്കിൽ JMMന് ഭരണ തുടർച്ച ലഭിക്കുന്ന സാഹചര്യമാണുള്ളത്. അതിൽ ഉമേഷ് ചൂണ്ടിക്കാട്ടിയതുപോലെ ഓരോ കക്ഷികളുടെയും സീറ്റ് നില പരിശോധിക്കുമ്പോൾ JMMഉം BJPയും തമ്മിൽ അതിശക്തമായ പോരാട്ടം ജാർഖണ്ഡിന്റെ മണ്ണിൽ നടന്നു എന്ന് തന്നെയാണ് നമുക്ക് വിലയിരുത്തേണ്ടത്. കാരണം ജാർഖണ്ഡ് മുക്തി മോർച്ച 29 സീറ്റുകളിലും BJP 27 സീറ്റുകളിലുമാണ് ലീഡ് ചെയ്യുന്നത്. വെറും 2 സീറ്റുകളുടെ വ്യത്യാസം മാത്രമാണ് JMMഉം BJPയും തമ്മിലുള്ളത്. ഒപ്പം കോൺഗ്രസിന് 14 സീറ്റുകളിൽ മാത്രമാണ് ലീഡ് ചെയ്യാൻ സാധിക്കുന്നത്. RJDക്ക് 5 സീറ്റുകളുമുണ്ട്. പഴയ ബീഹാറിന്റെ ഭാഗമായിട്ടുള്ള ജാർഖണ്ഡിൽ RJDക്കും ഒപ്പം നിതീഷ് കുമാറിന്റെ പാർട്ടിക്കും ചിരാഗ് പാസ്വാന്റെ പാർട്ടിക്കുമെല്ലാം വേരോട്ടമുള്ള സംസ്ഥാനമാണ്. അതുകൊണ്ട് തന്നെയാണ് JMM പ്ലസ് എന്നുള്ളത് 47ലേക്ക് എത്തുമ്പോൾ JMMന് ലഭിച്ചിട്ടുള്ളത് 29 സീറ്റുകളാണ്. കോൺഗ്രസിന് 14 സീറ്റും RJDക്ക് 5 സീറ്റും എന്നിങ്ങനെ 47 സീറ്റുകളിൽ 81 അംഗ നിയമസഭയിൽ 41 കടന്നുകൊണ്ട് 47 എന്ന സേഫ് സോണിലേക്ക് ഇപ്പോൾ JMM കോൺഗ്രസ് സഖ്യം എത്തി നിൽക്കുകയാണ്. അവിടെ ഒരു ഭരണ തുടർച്ചയിലേക്ക് JMM എത്തുമോ എന്നുള്ളതാണ് നമുക്ക് നോക്കിക്കാണേണ്ടത്. അവസാന റൗണ്ടുകളിലേക്ക് വോട്ടെണ്ണൽ എത്തുമ്പോൾ ഏത് തരത്തിലുള്ള ലീഡ് നില ഉണ്ടാകും എന്നതനുസരിച്ചിരിക്കും ജാർഖണ്ഡിന്റെ ഭാവി എന്ന് നമുക്ക് സൂചിപ്പിക്കാം. ഒപ്പം ഏറ്റവും വലിയ ഒറ്റകക്ഷി ആരാകുമെന്നുള്ളതും വലിയ ചോദ്യമാകും. ഇപ്പോൾ JMM സഖ്യം ഭരണത്തിലേക്ക് ഏറിയാൽ പോലും നിലവിലെ ലീഡ് നില ഞാൻ സൂചിപ്പിച്ചു. ഒന്നുകൂടെ പറയാം, JMM 29 സീറ്റുകളിലാണ് ലീഡ് ചെയ്യുന്നത്. BJP ഈ തൊട്ടുപിറകിൽ 27 സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നുണ്ട്. അത്തരത്തിൽ ആരാകും സംസ്ഥാനത്തെ ഏറ്റവും വലിയ ഒറ്റകക്ഷി എന്നുള്ളതിൽ വലിയ മത്സരം നടക്കുന്നു. BJP മുൻപോട്ട് വെച്ച രാഷ്ട്രീയത്തിന് 2019 നഷ്ടപ്പെട്ട ഭരണം തിരിച്ചുപിടിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് BJP കളത്തിലിറങ്ങിയിട്ടുള്ളത്. വലിയ രീതിയിലുള്ള പ്രചാരണ പ്രവർത്തനങ്ങൾ ജാർഖണ്ഡിന്റെ മണ്ണിൽ നടത്തിയിരുന്നു. അതിലേറ്റവും പ്രധാനമായി ചൂണ്ടിക്കാണിച്ചത് ജാർഖണ്ഡിലേക്കുള്ള അനധികൃത കുടിയേറ്റവും ജാർഖണ്ഡ് സർക്കാർ വോട്ട് ബാങ്കായി ഈ അനധികൃത കുടിയേറ്റക്കാരെ കണക്കാക്കിക്കൊണ്ട് അവർക്ക് വോട്ടവകാശം നൽകുന്നു, വോട്ടർ ID കാർഡ് നൽകുന്നു എന്ന സുപ്രധാനമായ വിഷയം, ജാർഖണ്ഡിനപ്പുറത്തേക്ക് രാജ്യത്തിന്റെ സുരക്ഷയെ ബാധിക്കുന്ന വിഷയം ഈ തെരഞ്ഞെടുപ്പ് കാലത്തിന്റെ തുടക്കം മുതൽ പരസ്യ പ്രചാരണത്തിന്റെ അവസാനം വരെ ജാർഖണ്ഡിൽ BJP മുൻപോട്ട് വെച്ചിരുന്നു. ഏതായാലും വോട്ടെണ്ണലിന്റെ ഈ നിമിഷത്തിൽ നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം 47 സീറ്റുകളിലാണ് ജാർഖണ്ഡിൽ JMM കോൺഗ്രസ് RJD CPIML തുടങ്ങി ഇന്ത്യ മുന്നണി സഖ്യം മുന്നിട്ട് നിൽക്കുന്നത്. BJP ആകട്ടെ BJP NDA എന്ന് പറയുമ്പോൾ 30 സീറ്റുകളിൽ സഖ്യം മുന്നിട്ട് നിൽക്കുന്നു. അതിൽ 27 സീറ്റുകളിലും BJP ആണ് മുന്നിട്ട് നിൽക്കുന്നത്. 4 സീറ്റുകളിൽ മറ്റുള്ളവർ പ്രാദേശിക കക്ഷികളും സ്വതന്ത്രരും മുൻപിട്ട് നിൽക്കുന്നുണ്ട്. അവസാന ചിത്രം ജാർഖണ്ഡിൽ എന്തായിരിക്കും എന്നുള്ളത് ഏറെ നിർണായകമായിരിക്കും. നിലവിലെ സാഹചര്യത്തിൽ 47 എന്നുള്ളത് വളരെ കൃത്യമായി സുരക്ഷിതമായ സ്ഥലമാണ്. അത് JMM മാത്രമല്ല, JMM സഖ്യത്തിന് 41 കടന്നുകൊണ്ട് 47 എന്ന സുരക്ഷിത ലീഡ് ഉറപ്പിക്കാൻ നിലവിലെ സാഹചര്യത്തിൽ കഴിഞ്ഞിട്ടുണ്ട്. അതൊരു കഴിഞ്ഞ 1 മണിക്കൂറായി 41 മുകളിൽ തന്നെ JMMന്റെ സഖ്യം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് മഹാരാഷ്ട്രയിൽ ദേവേന്ദ്ര ഫട്നാവിസിന്റെ നേതൃത്വത്തിൽ ഏക്നാഥ് ഷിൻഡെയുടെ നേതൃത്വത്തിൽ BJP NDA സഖ്യം ഭരണം ഉറപ്പിക്കുമ്പോൾ ജാർഖണ്ഡിൽ ജാർഖണ്ഡ് മുക്തി മോർച്ചയും കോൺഗ്രസും RJDയും ഉൾപ്പെടുന്ന സഖ്യത്തിന്
ഭരണ തുടർച്ച ലഭിക്കുമെന്ന സൂചനകളാണ് നിലവിൽ നൽകുന്നത്. അവിടെ BJPക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞ തവണ 2019 25 സീറ്റുകളായിരുന്നു BJP നേടിയത്. അന്ന് സംസ്ഥാനത്തെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഒറ്റകക്ഷിയായിരുന്നു. നിലവിൽ BJP 27 സീറ്റുകളിൽ ജാർഖണ്ഡിൽ ലീഡ് ചെയ്യുന്നുണ്ട്. ജിഷ്ണു, മഹാരാഷ്ട്രയിലേക്ക് വന്നാൽ 288-ൽ 217 BJP സഖ്യം, 58 കോൺഗ്രസ് സഖ്യം, മറ്റുള്ളവർ 13. BJP ഒറ്റയ്ക്ക് 126. ആകെ 145 സീറ്റുകൾ ലഭിച്ചതിൽ 141 മാത്രം മത്സരിക്കുകയും 4 സീറ്റുകൾ ചെറുകക്ഷികൾക്ക് നൽകുകയും ചെയ്ത് മത്സരിച്ച BJP 90% സീറ്റുകളിലും വിജയപ്രതീക്ഷയിൽ ലീഡ് ചെയ്യുകയാണ്. അവിടെ ശിവസേന ഉദ്ധവ് വിഭാഗം 54 സീറ്റുകളിൽ, NCP അജിത് പവാർ വിഭാഗം 35 സീറ്റുകളിൽ. NCP അജിത് പവാർ വിഭാഗം നേടിയത് 35 സീറ്റാണെങ്കിൽ മറുവശത്ത് കോൺഗ്രസിന് 19 സീറ്റുകളിൽ മാത്രമാണ് ലീഡുള്ളത്. അതിനേക്കാൾ 1 സീറ്റ് കൂടുതൽ ലീഡ് ചെയ്യുന്നു ഉദ്ധവ് പക്ഷം ശിവസേന. 14 NCP ശരത് പവാർ പക്ഷവും ലീഡ് ചെയ്യുന്നു. 58 മാത്രമാണ് മഹാവികാസ് അഘാഡിക്ക് ലീഡ് ചെയ്യാൻ കഴിയുന്നത്. ഗൗതം, മഹാരാഷ്ട്ര പ്രതികാരം പറയുന്നു. BJPയിലൂടെ ചതിച്ചു പടിയിറങ്ങിപ്പോയവർക്കുള്ള ശക്തമായ മറുപടി നൽകുന്നു.